സർപ്പയജ്ഞ വേർഷൻ 2 അഥവാ SY2.0 എന്ന് പറയുന്ന ഒരു പദ്ധതി നായർ വംശഹത്യ ലക്ഷ്യമിട്ടുകൊണ്ട് ആദ്യം സാംസ്കാരികമായിട്ടുള്ള വംശഹത്യയാണ് ലക്ഷ്യമിടുന്നത്. കൾച്ചറൽ ജനോസൈഡ് അത് മനസ്സിലാക്കി. അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ, ഇതിനെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ രണ്ട് വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കണം. നായർ സാംസ്കാരിക വംശഹത്യയ്ക്കും അതിൽ കൂടെ നായർ വംശഹത്യയ്ക്കും മുന്നോട്ടിറങ്ങിയ ഇതര സമുദായക്കാരായ രണ്ട് വ്യക്തികൾ. അതിലൊന്ന് ഈ നായന്മാരുടെ പൂർവ്വചരിത്രം പാർട്ട് 1, പാർട്ട് 2 എന്ന രീതിയിൽ രണ്ട് പുസ്തകങ്ങൾ എഴുതി യാതൊരു ചരിത്ര പിൻബലവുമില്ലാതെ കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും എഴുതിയ പുസ്തകങ്ങളാണ് നായന്മാരുടെ പൂർവ്വചരിത്രം പാർട്ട് 1, പാർട്ട് 2. ഇത് ഞാൻ പറയുന്നതല്ല, അതിൻ്റെ ഓഥറായിട്ടുള്ള കണിപ്പയ്യൂർ ശങ്കരൻ പറയുന്നതാണ്. ആ പുസ്തകത്തിൽ അതിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും കേട്ടുകേൾവികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, അതായത് ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഓറൽ ലിറ്ററേച്ചർ, ആൾക്കാരിങ്ങനെ ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് പലതും പറയുമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ രണ്ട് ഭാഗങ്ങളാണ് ഒരു പുസ്തകം. നായന്മാരുടെ പൂർവ്വചരിത്രം ഭാഗം 1, ഭാഗം 2. അപ്പോൾ ആ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ, അത് റിലീസ് ചെയ്ത കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ നായന്മാർ ആ പുസ്തകങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചത് കത്തിച്ച് കളഞ്ഞു. പിന്നീട് അതിൻ്റെ ഏതോ ഒരു കോപ്പി ഓണറുടെ കൈവശമുണ്ടായിരുന്നു. അത് മലബാറിൽ കൊണ്ടുപോയി അയാൾ അത് പബ്ലിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് അതിന് ഈ കണിപ്പയ്യൂർ ശങ്കരനെ സഹായിച്ചത് കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ജാതി പത്രവും, അതായത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ന്യൂസ് പേപ്പർ, അവർ അതിന് ഫണ്ട് ചെയ്തു. പിന്നീട് തൃശ്ശൂരുള്ള ചില ഈഴവ കുടുംബങ്ങൾ ഫണ്ട് ചെയ്തു. ഇത് ഞാൻ പറയുന്നതല്ല, കണിപ്പയ്യൂർ തന്നെ പറയുന്നതാണ്. അപ്പം ആ ഒരു പുസ്തകത്തിൽ കൂടെ നായർ വംശഹത്യയാണ് ലക്ഷ്യമിടുന്നത്. അതിൽ കണിപ്പയ്യൂർ പറയുന്നത്, ഇളംകുളം കുഞ്ഞമ്പിള്ള എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ചരിത്രകാരൻ, അദ്ദേഹം നമ്പൂതിരിമാരെ പ്രകോപിപ്പിച്ചു, നമ്പൂരി ശകാരം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ബദൽ, ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ഈ പുസ്തകം എഴുതിയതെന്നാണ് പറയുന്നത്. ഈ ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ അമ്മ ഒരു വെള്ളാളി സ്ത്രീയും അച്ഛൻ നായരുമാണ്. അപ്പം അദ്ദേഹത്തെ ഒരു നായരായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എഴുതിയെന്നുള്ള രീതിയിൽ മൊത്തം നായന്മാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഈ നായന്മാരുടെ പൂർവ്വചരിത്രം ഭാഗം 1, ഭാഗം 2 എന്നുള്ളത്. അത് 1960കളിൽ റീപബ്ലിഷ് ചെയ്തതാണ്. പക്ഷേ അത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷെ ഒരു 2000-2005 കഴിഞ്ഞപ്പോഴത്തേക്ക് ചില അവശ്യ ക്രിസ്ത്യാനി പെന്തക്കോസ്ത് വിശ്വാസികളായിട്ടുള്ള പാസ്റ്റർമാരായിട്ടുള്ള ആൾക്കാർ ഇതിനെ വീണ്ടും എടുത്തുകൊണ്ട് വരികയും അവർ മതപ്രബോധനം നടത്തുന്നതിന് പകരം മതസ്പർദ്ധ അല്ലെങ്കിൽ ജാതി സ്പർദ്ധ, സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇതിനെ കൊണ്ടുവന്നിട്ട് നായന്മാരെ അധിക്ഷേപിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ജോഷുവ പ്രോജക്റ്റിൻ്റെ ഭാഗമാണോ എന്ന് അറിഞ്ഞുകൂടാ. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഈ വിദേശികൾക്കെല്ലാം നായന്മാരെന്നും കണ്ണിലെ കരടായിരുന്നല്ലോ. കാരണം ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് സൈനികമായിട്ടായാലും രാജാധികാരമായിട്ടായാലും സാംസ്കാരികമായിട്ടായാലും ഏത് രീതിയിലായിട്ട്, മാർഷ്യൽ രീതിയിലായാലും ഏത് രീതിയിലും ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നായന്മാരിൽ നിന്നാണല്ലോ. അപ്പോൾ അവർക്ക് അന്നുള്ള ആ പകയുടെ ബാക്കി പത്രം അവർ ഇവിടെ സൃഷ്ടിച്ചിട്ട് പോയ ആൾക്കാർ അത് എടുത്തുകൊണ്ടു. അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, പരമ്പരാഗത ക്രിസ്ത്യാനികൾ, മുന്നാക്ക ക്രിസ്ത്യാനികളായ സിറിയൻ ക്രിസ്ത്യാനികൾക്കോ ലത്തീൻ ക്രിസ്ത്യാനികൾക്കോ ഒന്നും ഇതിൽ താല്പര്യമില്ല. ഈ ഇതര സമുദായ അധിക്ഷേപത്തിലൊന്നും താല്പര്യമില്ല. ഇത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ എന്തോ കണ്ട് മറുകണ്ഠം ചാടിയ ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരാണിത് പൊക്കി എടുത്തുകൊണ്ട് വന്നത്. അപ്പം അത് വ്യാപകമായിട്ട് പിന്നീട് സോഷ്യൽ മീഡിയയുടെ പ്രചാരം, ഈ ന്യൂ മീഡിയയുടെ പ്രചാരം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അത് പൂർണ്ണമായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ നായർ സമുദായത്തെ അധിക്ഷേപിക്കുവാനും വളരെയധികം സമുദായത്തിൻ്റെ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കുവാനും ആ ഒരു പുസ്തകത്തിന് സാധിച്ചു. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഈഴവൻ, ടി മുരളി എന്നാണ് അയാളുടെ പേര്. അയാൾ ഇപ്പോൾ കണ്ണൂരിൽ താമസിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അയാളൊരു ചിത്രം വരച്ചു. ചിത്രം, അതായത്
ഈ ഒരു നായർ തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ താഴെ എഴുതി വെക്കുകയും ചെയ്തു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ചിത്രം. അതായത് ഒരു നമ്പൂതിരി വരുന്നു, നായർ സ്ത്രീ നമ്പൂതിരിയുമായിട്ട് അകത്തോട്ട് പോകുന്നു, റൂമിനകത്തോട്ട് പോകുന്നു. ആ നായർ പുരുഷൻ പായും ചുരട്ടി വിളക്കും എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ഒരു ചിത്രം വരച്ചത്. അത് ചരിത്രമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ചിത്രമാണ്. അത് വരച്ചത് ടി മുരളി എന്ന് പറയുന്ന ഒരു ഈഴവ ജാതി വിഭ്രാന്തി പിടിച്ച ഒരുത്തനാണ്. അപ്പം ആ ചിത്രം നേരത്തെ അയാൾ 1992 അത് പ്രചാരത്തിലോട്ട് അയാൾ കൊടുത്തത്, ലൈംലൈറ്റിലോട്ട് കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഈ പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ, വാരികകൾ. അതായത് ഈ മായിൽ തുടങ്ങുന്ന മനോരമ, മംഗളം, ഇതുപോലെ മായിൽ തുടങ്ങുന്ന ചില വാരികകളിൽ കൂടെ ആ കാലഘട്ടത്തിൽ തന്നെ 1980 തന്നെ ഈ നായർ വംശഹത്യ, സാംസ്കാരിക വംശഹത്യ ഉൾപ്പെടെയുള്ള വംശഹത്യക്ക് വേണ്ടിയുള്ള കോപ്പ് കൂട്ടി തുടങ്ങിയിരുന്നവർ. അപ്പം ഈ വാരികകളിൽ കൂടെ നായന്മാരെ അധിക്ഷേപിക്കുന്ന സ്റ്റോറികൾ, ഈ സീരീസ് ആയിട്ടുള്ള സ്റ്റോറികൾ കൊണ്ടുവരാനായിട്ട് അവർ തുടങ്ങി. അപ്പോൾ അതിനുശേഷം 1992 ഈ ടി മുരളി എന്ന് പറയുന്ന വ്യക്തി, അയാൾ ചിത്രകാരൻ ടി മുരളി എന്നാണ് അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അയാൾ ഈ ചിത്രം വരച്ച് ഈ ചിത്രം നായർ സമുദായത്തെ വലിയ രീതിയിൽ, സമുദായത്തിൻ്റെ അന്തസ്സിനെയും സമുദായത്തിൻ്റെ ആത്മാഭിമാനത്തെയും ഇമേജിനെയും ദോഷം ചെയ്യുവാനായിട്ട് ലോകം മൊത്തം ഈ ചിത്രം, അതായത് ഒരു ചിത്രം 10,000 പുസ്തകങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ഒരു ഒറ്റ ചിത്രം മതി എത്തിക്കാൻ. അല്ലെ, അപ്പം അങ്ങനെ ഇയാൾ ചരിത്രത്തിന് അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു ചിത്രം വരച്ചിട്ട് അത് നായർ സമുദായത്തിന് വലിയ രീതിയിലുള്ള ഒരു ദോഷം, ഒരു കോട്ടമുണ്ടാക്കി. അതായത് ഈ ചിത്രം കൊടുത്ത അതിൻ്റെ അടിയിൽ അയാൾ എഴുതി വെച്ചിരിക്കുകയാണ്, ഇയാൾക്കെതിരെ ഇതുവരയ്ക്കും ഒരൊറ്റ നായന്മാരും നിയമ നടപടിക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ സമുദായത്തിലെ അമ്മമാരെയും പെൺകുഞ്ഞുങ്ങളെയൊക്കെ വളരെ മോശമായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ ചിത്രീകരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാലില്ല. അയാൾ ഏതോ ഒരു സ്മൃതിയിൽ ശൂദ്രൻ ഇങ്ങനെയാണെന്ന് ആരോ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ വരച്ചു വെച്ചതാണ്. കേരളത്തിലെ നായന്മാർ ബ്രിട്ടീഷുകാരുടെ 1864 സെൻസസിൽ ബ്രിട്ടീഷുകാർ ശൂദ്രനെന്ന് രേഖപ്പെടുത്തിയെങ്കിലും ശൂദ്രനായി മാറിയില്ല. കാരണം സാമൂഹിക സ്റ്റാറ്റസ് അത് മാറിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ആ ചിത്രം വരച്ചിട്ട് അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്നു, ഒരു നമ്പൂതിരി വരുമ്പോൾ നായർ സ്ത്രീയും നമ്പൂതിരിയും അകത്തോട്ട് പോകുന്നു, നായർ പുരുഷൻ വായും ചുരുട്ടി വിളക്കും ഏന്തി പുറത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ വരച്ചിരിക്കുന്നു. ഈ ചിത്രമാണ് നമ്മുടെ സമുദായത്തെ ലോകത്തിൻ്റെ മുന്നിൽ വളരെ മോശമായിട്ടും നീചമായിട്ടും ഹീനമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഈ ടി മുരളിയുടെ ചരിത്രം ഇതുവരെ കാര്യം പറഞ്ഞില്ല, അയാളുടെ ആ പാരമ്പര്യമൊന്നും ആരും ഇതുവരെയും പറഞ്ഞിട്ടുള്ള ചിത്രവും വരച്ചിട്ടില്ല. അപ്പം ഇയാൾ ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവച്ച് അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ടി മുരളി വന്ന് കമൻറ്റ് ചെയ്യുന്ന കാണാം. അതായത് ഒരു വിശുദ്ധ ഗർഭത്തിലൂടെ ഒരു വിശുദ്ധ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തതുപോലെയുള്ള ഒരു നിർവൃതിയിൽ ടി മുരളി. ഈ ടി മുരളി ലോകത്തിൻ്റെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അയാൾ ചെയ്ത ഈ പാപം, അയാളുടെ കർമ്മഫലം, ഇതിൻ്റെ ഈ പാപം എന്ന് പറയുന്നത് ഒരു കുതിരവണ്ടിയുടെ പുറകെ, കുതിരവണ്ടി സഞ്ചരിക്കുമ്പോൾ കുതിരയുടെ പിറകെ ആ വണ്ടിയുടെ ചക്രങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ പറ്റില്ല. കുതിരവണ്ടി ഓടുകയാണെങ്കിൽ കുതിരയുടെ പിറകെ ചക്രങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ടി മുരളി ചെയ്ത ഈ ഒരു കൊടും പാപം, അയാൾ ഏത് പാതാളത്തിൽ ഏത് ലോകത്ത് പോയാലും എവിടെ പോയി പുനർജനിച്ചാലും ഈ പാപം ഈ കുതിരയുടെ പിറകെ പോകുന്ന ചക്രത്തെ പോലെ അയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അയാളാണ് ഇപ്പോൾ ഹീറോ. അപ്പോൾ നമ്മൾ ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഈ നായർ സാംസ്കാരിക വംശഹത്യക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഇവരുടെ സ്റ്റഫാണ്. ഒന്ന് കണിപ്പയ്യൂർ ശങ്കരൻ്റെ, പക്ഷെ അത് അത്രത്തോളം റീച്ച് ആയിട്ടില്ല. കേരളത്തിനകത്ത് മാത്രമാണ് അത് റീച്ച്. പക്ഷെ ലോകം മൊത്തം ഈ സമുദായത്തെ തലകുനിക്കത്തക്ക രീതിയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ പേരിൽ അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടി ജീവിക്കുന്നവനാണ് ടി മുരളി. അപ്പോൾ അയാളിൽ കൂടെയാണ് ഈ വംശഹത്യാ പദ്ധതി
ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ടൂൾ അയാളാണ്.